ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, റിമാൻഡിലായിരിക്കുന്നു. ഇപ്പോൾ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് എറണാകുളം ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധന പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ബോബി ചെമ്മണ്ണൂരിനെ. അല്പസമയം മുമ്പാണ് കോടതിയിൽ നിന്ന് ബോബി ചെമ്മണ്ണൂരിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല എന്ന് ആവർത്തിക്കുകയായിരുന്നു അപ്പോഴും ബോബി ചെമ്മണ്ണൂർ. വിഷ്ണു സുരേഷ് തുടരുന്നുണ്ട്. വിഷ്ണു, ഈ കോടതി ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിൽ കൃത്യമായി ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗമെന്ന് വ്യക്തമായി പറയുന്നുണ്ടല്ലേ? ഗോകുൽ, അതിരൂക്ഷ വിമർശനമാണ് മജിസ്ട്രേറ്റ് കോടതി ബോബി ചെമ്മണ്ണൂരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. ഒപ്പം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ ഭൂരിഭാഗവും കോടതി അംഗീകരിച്ചിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തന്നെയാണ്. തെളിവുകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതില്ലെന്ന് മജിസ്ട്രേറ്റ് കോടതി തീരുമാനിക്കുന്നു. നേരത്തെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന് കോടതി പറഞ്ഞിരുന്നു. ബോബി ചെമ്മണ്ണൂർ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മജിസ്ട്രേറ്റ് കോടതിക്ക് വ്യക്തമായിരിക്കുന്നു. ലൈംഗിക ഉദ്ദേശത്തോടെ ബോബി ചെമ്മണ്ണൂർ നിരന്തരം ഇടപെട്ടുവെന്ന് പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവെക്കുന്നു. ഹണി റോസിന്റെ കൈപിടിച്ച് വട്ടം ചുറ്റിയത് അനുമതിയില്ലാതെയാണ്. അത് പ്രകാരമാണ് BNS 75 വകുപ്പ് പോലീസ് ഇയാൾക്കെതിരെ ചുമത്തിയത്. ഒപ്പം പരിപാടികളിൽ അതിഥികളായ സ്ത്രീകളുടെ കയ്യിൽ പിടിച്ച് വട്ടം കറക്കുന്നത് അതൊരു സ്ഥിരം പ്രവൃത്തിയാണ്, അതിൽ ആനന്ദം കണ്ടെത്തുന്ന ആളാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് കോടതി പോലും വിമർശിക്കുന്നു. പ്രോസിക്യൂഷന്റെ ഈ വാദങ്ങളാണ് ജാമ്യം നിഷേധിച്ച ഉത്തരവ് ശരിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷനും പോലീസും ബോബി ചെമ്മണ്ണൂരിനെ കണ്ടെത്തിയ തെളിവുകളും കോടതിയിൽ നിരത്തിയ വാദങ്ങളും എല്ലാം കോടതി ശരിവെക്കുകയാണ്. പ്രഥമ ദൃഷ്ടിയ ഈ ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂർ എന്നാണ് നിലവിൽ കോടതി വ്യക്തമാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടാണ് ഈ റിമാൻഡ് അടക്കമുള്ള നടപടിയിലേക്ക് പോകാൻ കോടതി തയ്യാറായതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി ബാക്കി അറിയേണ്ടത് ഈ കേസിന്റെ തുടർ നടപടികളാണ്. ഒരു പക്ഷേ ബാക്കി അന്വേഷണങ്ങളും പ്രതിചേർക്കലും ഒക്കെ ഇനി വരും ദിവസങ്ങളിൽ ഉണ്ടാകും. കൂടുതൽ തെളിവുകൾ സമാഹരിക്കണമെന്ന് ഇതിനോടൊപ്പം തന്നെ പോലീസ് തന്നെ വ്യക്തമാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം നടപടിയിലേക്ക് പോലീസ് കടക്കും. അതിനൊന്നും ഇനി ബോബി ചെമ്മണ്ണൂർ തടസ്സമായി ഉണ്ടാകില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു ആശങ്ക അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ജാമ്യം നിഷേധിക്കണമെന്ന റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇയാൾ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ കോടതി ഇടപെടലിലൂടെ മാറിയിരിക്കുന്നു. അന്വേഷണ സംഘത്തിന് ധൈര്യമായി മുന്നോട്ട് പോകാം, ഈ കേസുമായി വളരെ ശക്തമായി മുന്നോട്ട് പോകാം. ഒരു തരത്തിലുള്ള ഇടപെടലും ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകില്ല എന്ന് ഉറപ്പ് കോടതി തന്നെ നൽകുന്ന തരത്തിലുള്ള ഒരു ഉത്തരവാണ് നിലവിൽ പുറത്ത് വന്നിരിക്കുന്നത്. ഇനി ബാക്കി കാര്യങ്ങൾ ഇദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കം മാറ്റുന്ന നടപടിയിലേക്ക് കടക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു പക്ഷേ ഇന്ന് കുറച്ചു നേരം ഈ ഒബ്സർവേഷനിൽ വെച്ച ശേഷം അദ്ദേഹത്തെ ഉപാധിയിൽ പരിശോധിച്ച ശേഷം അവിടെ നിന്ന് ബ്ലഡ് പ്രഷറൊക്കെ നോർമലായ ശേഷം മാത്രമായിരിക്കും ജില്ലാ ജയിലിലേക്ക് മാറ്റുക. അവിടെയായിരിക്കും ബോബി ചെമ്മണ്ണൂർ ഇന്ന് അന്തി ഉറങ്ങുക എന്ന് മനസ്സിലാക്കാം. നാളെ തന്നെ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. അത് എപ്പോഴാണ് പരിഗണിക്കുക എന്നുള്ളത് അറിയില്ല. അത് പരിഗണിച്ച് അത് അനുകൂലമാകുന്നത് വരെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായികളിൽ ഒരാളായ ബോബി ചെമ്മണ്ണൂർ അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിന്റെ വാദത്തിൽ പ്രധാനപ്പെട്ടതായിരുന്നു ഈ പരാതി നൽകാൻ വൈകി 4 മാസത്തിന് ശേഷം ഇപ്പോൾ ഒരു സിനിമാ പ്രൊമോഷന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു പരാതി ഉന്നയിച്ചത് എന്നൊക്കെയായിരുന്നു പ്രതിഭാഗ അഭിഭാഷകന്റെ വാദം. അതിനെയും മുഖവിലേക്ക് എടുക്കുന്നില്ല. കോടതി പറയുന്നുണ്ട് എന്തുകൊണ്ട് ഈ പരാതി വൈകി അല്ലെങ്കിൽ പോലീസിനെ സമീപിക്കാൻ വൈകി എന്ന നടിയുടെ വാദത്തെ പൂർണ്ണമായും ഈ ഉത്തരവിലും കോട്ട് ചെയ്യുന്നുണ്ടല്ലോ കോടതി. ഏതായാലും ബോബി ചെമ്മണ്ണൂരിന് നടി ഹണി റോസിന്റെ ലൈംഗികാധിക്ഷേപ പരാതിയിൽ ജാമ്യമില്ല, റിമാൻഡിലായിരിക്കുന്നു, ജയിലിലേക്ക് പോകണം. ഇപ്പോൾ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോബി ചെമ്മണ്ണൂരിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. അത് ഇന്ന് ആശുപത്രിയിൽ തുടരുകയാണോ അതല്ല ജയിലിലേക്ക് തന്നെ കൊണ്ടുപോകുമെന്നത് അറിയാൻ ഈ വൈദ്യപരിശോധനയുടെ ഫലം വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് ബോബി ചെമ്മണ്ണൂരുള്ളത്.